ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JhillMill. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്രാഫ്റ്റിനൊപ്പം ഒരു കുഞ്ഞു വ്ളോഗും ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റുമായിട്ട് ഈ വ്ളോഗിനൊരു ചെറിയ കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ക്രാഫ്റ്റ് വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. വിൻ്റർ സീസണൊക്കെ ആവുമ്പോൾ ഖത്തറിലെ പല ഭാഗങ്ങളിൽ, മെയിൻലി ഒരു 5 സ്ഥലങ്ങളിലാണ് വെജിറ്റബിൾ മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യാറുണ്ട്. ഇതൊരു വീക്കെൻഡ് മാർക്കറ്റാണ്. തേഴ്സ്ഡേ ടു സാറ്റർഡേ ആണ് ഇത് ഓപ്പൺ ആവുന്നത്. ടൈമിംഗ് 7 AM to 4 PM വരെയുള്ളൂ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഖത്തറിലെ ലോക്കലായിട്ടുള്ള 150ഓളം ഫാമുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവിടെ സെല് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്നത് ആൽക്കോറിലാണ്. അപ്പോൾ നമ്മൾ ആൽക്കോറിലെ വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്തത്. ബട്ട് നമ്മുടെ ക്രാഫ്റ്റിന് ആവശ്യമുള്ള സാധനം കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നടക്കാം. ഇവിടെ നമ്മൾ കയറുന്നതിന് മുമ്പ് അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഫോണിലെ ഹെത്രാസ് എന്ന് പറയുന്ന ആപ്പ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തോട്ട് കയറ്റി വിടുകയുള്ളൂ. അതിൽ നമ്മൾക്ക് ഗ്രീൻ കളർ കോഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്കുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അതിപ്പോൾ ഇവിടെ തന്നെ അല്ല കേട്ടോ, ഖത്തറിൽ എവിടെ പോയാലും നമ്മൾക്ക് ഈ ഒരു ആപ്പ് നമ്മളുടെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്പൊക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറാണ്. ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട്. ഓരോ സ്റ്റാളിലും ഇഷ്ടംപോലെ വെജിറ്റബിൾസ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ നമ്മൾ കുറച്ചധികം വാങ്ങുകയാണെങ്കിൽ നല്ല വില കുറവിന് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം ബാർഗെയിനൊക്കെ ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ വെജിറ്റബിൾസ് അല്ലാതെ നമ്മുടെ നാടൻ കോഴിമുട്ടയും താറാമുട്ടയും ഒക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ്സ്, ഖത്തറിൽ തന്നെ ഉണ്ടാവുന്ന പല ടൈപ്പ് ഡേറ്റ്സ് ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ഹണി കിട്ടും ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കുറച്ച് ബേബി ടൊമാറ്റോസ് വാങ്ങുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. നമുക്ക് സാലഡ്സിലൊക്കെ ഇടാം. അതുമല്ല, ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽ ഈ ഒരു ബാസ്ക്കറ്റാണ്. ഇവിടെ നമുക്ക് വാങ്ങുമ്പോൾ ഈ ബാസ്ക്കറ്റോട് കൂടിയാണ് വെജിറ്റബിൾസ് തരാം. വേണ്ടാച്ചാൽ നമുക്ക് കിറ്റിലും ആക്കി തരും. ബട്ട് നമുക്ക് ഈ ബാസ്ക്കറ്റ് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഈ ബാസ്ക്കറ്റോട് കൂടിയാണ് വാങ്ങുന്നത്. ഇനി ഇവിടെ 2 ഫ്രൂട്ട് സ്റ്റോൾ ഉണ്ട്. ഇവിടെ നമുക്ക് ഖത്തറിലെ മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. ഇവിടെ മീനൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മളിനി ഈ മാർക്കറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൈഡിലായിട്ട് നമുക്ക് 2 ഷോപ്പ് കാണാം. അവിടെ കോഴികളെയൊക്കെ വിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാടൻ കോഴികളെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്കിത് കുക്കിങ്ങിനും പിന്നെ വളർത്താനും എല്ലാത്തിനും ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. കോഴികൾ മാത്രമല്ല കേട്ടോ, പല ടൈപ്പ് താറാവുകളും കാടക്കോഴികളെയൊക്കെ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ബട്ട് ഇവിടെ ഇപ്പോൾ കോഴിയോളം മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു കടയും ഉണ്ട്. നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഖത്തറിലെ ഒരു വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ വീഡിയോ ആണ് കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ യൂഷ്വൽ ക്രാഫ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബേബി ടൊമാറ്റോ വാങ്ങിയ ബാസ്ക്കറ്റ് ഇവിടെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാസ്ക്കറ്റ് നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ആ വെജിറ്റബിൾ മാർക്കറ്റ് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്രാഫ്റ്റിലേക്ക് കിടക്കാം. ഞാനിവിടെ ജൂട്ടിൻ്റെ റോപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് ഈ റോപ്പാവുമ്പോൾ കുറച്ച് കട്ടി കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബാസ്ക്കറ്റിലേക്ക് ഇത് ചുറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ റോപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ബാസ്ക്കറ്റിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ റോപ്പ് ഒട്ടിച്ചു തുടങ്ങാം. ഒട്ടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ലൈനിൽ തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ ലെയർ തമ്മിലും വലിയ ഗ്യാപ്പുകളില്ലാണ്ട് നല്ല തിക്കായിട്ട് ഒട്ടിച്ചു പോവാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ലെയർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ലെയർ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വലിയ ഗ്യാപ്പുകളൊന്നുമില്ലാതെ തന്നെ ഒട്ടിച്ച് പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ബാസ്ക്കറ്റിൻ്റെ മുകളിലത്തെ ഭാഗം വരെ ലെയറായിട്ട് ഈ റോപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ബാസ്ക്കറ്റിൻ്റെ 4 കോർണറിലും കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു കോർണറിലെ എക്സ്റ്റെൻഡഡ് ഭാഗത്തേക്ക് ഈ റോപ്പ് ചുറ്റിക്കൊടുക്കും.
കൊടുക്കുവാണ്. വലിയൊരു ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഫുൾ റോപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റോപ്പ് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു ഫിനിഷിംഗ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ നെക്സ്റ്റ് കോർണറിൽ ആ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള പൊസിഷനിൽ റോപ്പ് എടുത്തിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ ഒരു സെയിം രീതിയിൽ തന്നെ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള റോപ്പ് കട്ട് ചെയ്ത് മാറ്റുക. ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ ബാക്കി 2 കോർണേഴ്സിലും ഈ റോപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ബാസ്ക്കറ്റിലോട്ട് നമ്മുടെ റോപ്പ് ഒട്ടിക്കേണ്ട പരിപാടി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ ജൂട്ടിൻ്റെ റോപ്പ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ നാരുകളൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ കത്തിച്ചിട്ട് അതൊന്ന് കരിയിച്ച് കളയുക. എല്ലാ സൈഡിലും നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു സാറ്റിൻ റിബൺ, അതും ഈ ഒരു ഡിസൈനിലുള്ളതാണ്, അതാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് സാധാരണ പ്ലെയിൻ സാറ്റിൻ റിബണോ അല്ലെങ്കിൽ കുറച്ച് ബീഡ്സോ എന്ത് വേണമെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്രീൻ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ട് ഈ സെയിം ഡിസൈനിലുള്ള റെഡ് റിബൺ ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇങ്ങനെ ഈ റെഡ് റിബൺ നമ്മൾ ഈ 4 ഭാഗത്തും ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഗ്രീൻ റിബൺ ഈ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഭാഗത്ത് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ 4 കോർണറിലെയും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഭാഗത്ത് ഈ റിബൺ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ബാസ്ക്കറ്റിൻ്റെ മേക്ക് ഓവറൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആക്ച്വലി ഇതൊരു മൾട്ടിപർപ്പസ് യൂസ് ഉള്ള ഒരു ക്രാഫ്റ്റാണ്. ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. കിച്ചണിലും ഡൈനിങ് ടേബിളിലും ഒക്കെ ചെറിയ ചെറിയ പിക്കിളിൻ്റെയും സോൾട്ടിൻ്റെയും ഒക്കെ ബോട്ടിൽസ് വെക്കാൻ പറ്റുന്ന ചെറിയ റാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ സെയിം രീതിയിൽ വേറൊരു ബാസ്ക്കറ്റ് ഞാൻ സാധാരണ റോപ്പ് വെച്ച് ചെയ്തതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഞാനിതിൽ ബുക്സ് സ്റ്റാക്ക് ചെയ്യാനും പിന്നെ ഇതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല നമുക്ക് ഐഡിയ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൂടിയാണ്. നാട്ടിലും ഇങ്ങനത്തെ ബാസ്ക്കറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്രാഫ്റ്റും അതിനൊപ്പമുള്ള ഈ കുഞ്ഞു വ്ളോഗും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം JhillMill.